ബാബു ബയാനി അന്നദ്ദീന അന്നസീഹ്. ദീൻ ഉപദേശമാണ്. ആർക്ക് ഉപദേശിക്കണം? എല്ലാവർക്കും ഉപദേശിക്കണം. അള്ളാഹുവിന് ഉപദേശം കൊടുക്കണം, അള്ളാഹിന്റെ കിതാബിന് ഉപദേശം കൊടുക്കണം, റസൂലുള്ളാഹിക്ക് ഉപദേശം കൊടുക്കണം, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള അയിമ്മത്തിന് ഉപദേശം കൊടുക്കണം, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പൊതുജനങ്ങൾക്കും ഉപദേശം കൊടുക്കണം. അല്ല ബാബു ബയാനി അന്നദ്ദീന അന്നസീഹത്തു. ദീൻ നസീഹത്താണെന്ന് പറയുന്നതിൽ പറയുന്ന പാഠം. حدثنا محمد بن عباد المكي حدثنا سفيان قال قلت لسهيل إن عمرا حدثنا عن القعقاع النبيك قال ورجوت أن يسقط عني رجلا فقال عليه فقالكم أنا രണ്ടും പറഞ്ഞു. لا يدخلون الجنة حتى يؤمنوا ولا يؤمنوا എന്നല്ല പറഞ്ഞില്ലേ? രണ്ട് മൗലയിലും ഈമാൻ പറഞ്ഞു, രണ്ട് മൗലയിലും ബിമഅനം വാഹിദിൻ. അമ്മ ഹംലുൽ ഈമാൻ ഫി അഹദിൽ മൗലിയൈനി അലാ അസ്ലിൽ ഈമാൻ ഫിൽ മൗലിയി താനി അൽ കമാൽ ഫബഈദ് വൽ മുറാദ് വൽ വജു യുറാദ് ബിദ്ദുഖൂലി അദ്ദുഖൂലിൽ അവ്വലി വയുഹ്മലുൽ ഈമാൻ ഫിൽ മൗലിയൈനി അലൽ കമാൽ. അല്ല അപ്പം ബഖിയ അന്ന ദുഖൂലൽ അവ്വലിയ ലാ യുഖ്ബലു കമാൽ لجواز يدخل غير أهل الكمال الجنة أولا أيضا بسبب العفو والمغفرة. ألا فيمكن أن يقال الجزم بدخول الجنة أولا എന്നാണ്. അല്ല അങ്ങനെയൊക്കെ മാനോടുത്തോട്ടുണ്ട്. فرجوت أن يسقط عني الرجل قال فقال سمعت من الذي سمعه منه أبي. അല്ല ഞാൻ കേട്ടു ഒരാളിൽ നിന്നും അയാളിൽ നിന്നും എൻ്റെ വാപ്പ കേട്ടു. കാന അയാൾ സദീഖൻ ലഹു ആണ്, ബിശാമിലുള്ള സദീഖുമായിരുന്നു വാപ്പാന്റെ. ഉമ്മാഅത്തന സുഫിയാനൻ സുഹൈലിൻ അത്താബിനി അദീദ അദ്ദബിദാരി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അന്നസീഹ. പിന്നെ ഞങ്ങൾ ചോദിച്ചു ലിമൻ? ഖാല ലില്ലാഹ് വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീൻ വഅമ്മത്തിഹിം. حدثني محمد بن عاصم حدثنا بن مغني حدثنا سفيان بن سعيد بن ابي صالح عن عطاء بن يزيد الليثي عن سميم الداري عن النبي صلى الله عليه وسلم بمثله. وحدثني أمية بن مستام حدثنا يزيد يعني بن ربيع زريع حدثنا روح وهو بن القاسم. അങ്ങനെയൊക്കെ പറയുന്നത് രണ്ടുപേരുണ്ടായിട്ടാണ്. حدثنا سهيل بن عطاء بن يزيد سميع وهو يحدث أبا صالح عن تميم الداري. അവിടെയും തമീം ദാരിയാണ്. عن رسول الله صلى الله عليه وسلم بمثله എന്ന്. حدثنا أبو بكر بن أبي شيبة حدثنا عبد الله بن نمير أبو أسامة عن إسماعيل عن إسماعيل بن أبي خالد عن قيس عن جرير قال بايعت رسول الله صلى الله عليه وسلم തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്തു അലാ ഇഖാമി സ്വലാത്തി വഇതാഇ സകാത്തി വന്നുസ്ഹി لكل مسلم. حدثنا أبو بكر بن أبي شيبة. അപ്പോൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉപദേശിക്കണം. حدثنا أبو بكر بن أبي شيبة وزهير بن عمرو بن نمير قالوا حدثنا سفيان بن زياد بن علاقة سمع جرير بن عبد الله يقول بايعت النبي صلى الله عليه وسلم على النصح لكل مسلم. അവിടെയാണ് ബയ്യത്തൊക്കെ. അവിടുത്തെ ബയ്യത്ത് അതാണ്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബ് നന്നാക്കണ്ട.
അവരൊക്കെ റസൂലുള്ളാഹിന്റെ നൂറുണ്ട്. അവരൊക്കെ മുത്തനവ്വിരീങ്ങളാണ്. حدثنا سريج بن يونس ويعقوب الدورقي قال حدثنا هشيم عن سيار عن الشعبي عن جرير قال بايعت النبي صلى الله عليه وسلم على السمع والطاعة. ഇമാം എന്ത് പറഞ്ഞാലും നേതാവ് എന്ത് പറഞ്ഞാലും കേട്ടു അനുസരിച്ചു. അല്ല ഫലഖനനി, അപ്പൊ എന്നോട് പറയുന്നു ഫീമസ്തത്താന്ന് പറഞ്ഞു, കഴിവാകുന്നത്. പിന്നെ വന്നുസ്ഹി, അതിന്റെ മേലും ഞാൻ ബയ്യത്ത് ചെയ്തു. ലികുല്ലി മുസ്ലിമിൻ. قال يعقوب روايته قال حدثنا سيار عن الشعبي إلا حدثنا سيار عن جرير ألا في تميم الداري رضي الله عنه أن النبي صلى الله عليه وسلم قال الدين النصيحة. قال هذا حديث عظيم الشأن وعليه مدار الإسلام كما سنذكره في شرحه. أما ما قالوا جماعة من العلماء أنه أحد أرباع الإسلام، أي أحد الأحاديث الأربعة، أرباع الإسلام، ഇസ്ലാമിൻ്റെ റുബുഉകളിൽ നിന്നുള്ള ഒന്ന്. അഥവാ 4 ഹദീസുകൾ കൊണ്ടാണ് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറഞ്ഞില്ലേ. അല്ലത്തി തജ്മഉ ഉമൂറൽ ഇസ്ലാം എന്ന് ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഫലൈസ കമാ ഖാലു ബലിൽ മദാറു അലാ വഹദഹു ഹാദൽ ഹദീസ് മിൻ അഫ്റാദി മുസ്ലിമീൻ وليس لتميم الداري في صحيح البخاري عن النبي شيء ولا له في مسلم أنه غير هذا الحديث. فقد تقدم في آخر مقدمة الكتاب بيان الاختلاف في نسبة تميم وأنه داري أو دبري. داريان ديريان. وأما شرع هذا الحديث فقال الإمام أبو سليمان الخطابي رحمه الله النصيحة ഉപദേശം കലിമത്തുൻ ജാമിയത്തുൻ മഅനാഹ ഹിയാസത്തുൽ ഹദ്ദി ലിൽ മൻസൂഹി ലഹ്. ആരോടാണോ ഉപദേശിക്കുന്നത് അവന്റെ സൗഭാഗ്യത്തിനെ ഗൗനിക്കുക. ഖാലു മിൻ വജീദിൽ അസ്മാ നസീഹ മുഖ്തസറുൽ കലാം വലൈസ ഫീ കലാമിൽ അറബി കലിമത്തുൻ മുഫറദത്തുൻ യസ്തൗഫി ബിഹാ അൽ ഇബാറത്തു അൻ മഅനാ ഹാദിഹിൽ കലിമ കമാ ഖാലു ഫിൽ ഫലാഹ്. ഫലാഹിനത് ഏതർത്ഥം കൊടുക്കുകയാണ്. ഫി കലാമിന് കലിമത്തുൻ അജ്മഉ ലിഖൈരി ദുനിയ വൽ ആഖിറത്തി. ഖീല അൻ-നസീഹത്തു മഅഖൂദത്തുൻ മിൻ അസ്ഹഹ റജുലു സൗബഹു ഇദാ ഖാത്തഹു. തുന്നി ശരിയാക്കിയാൽ പറയുന്ന അസ്ഹഹ റജുലു സൗബഹു. അപ്പോൾ ശുദ്ധിഹു ഇവരെ എന്ത് ചെയ്തു? അവർ തസ്ബീഹാക്കി അറബികൾ ഫീലൻ നാസി ഫീമാ യതഹറഹു മിൻ സലാഹിൽ മൻസൂഹി ലഹു അല്ല ബിമാ യസുദ്ദുഹു മിൻ ഖലലി തൗബ് എന്ന്. മൻസൂഹി ലഹു എന്ന് വല്ല കീറലുകളും വല്ല ദീനിന് വല്ല കീറലുണ്ടെങ്കിൽ അതിനെ നന്നാക്കുന്നത് പോലെ, തുണി കീറിയ തുന്നി നന്നാക്കുന്നത് പോലെ മറ്റേ ചങ്ങായിന് മൻസൂഹി ലഹുവിൽ അല്ല. വഖീല ഇന്നഹ മഅഖൂദത്തുൻ മിൻ അസ്ഹഹത്തിൽ അസ്ല എന്ന് പറയും. തേനെ എന്ത് ചെയ്തു? മെഴുകിൽ നിന്നും തേനിനെ വേർതിരിച്ചെടുത്തു. തേൻ മെഴുകൊണ്ട് ഇദാ സഫൈതഹു മിൻ അശ്ശംഅ. അപ്പം പിന്നെ ശബ്ബഹു തഖ്ലീസൽ ഖൗൽ മിനൽ ഗശ് ബിതഖ്ലീസിൽ അസൽ മിനൽ ഖലഖ്. നല്ല ഉപദേശം, ചീത്തയോട് കലർന്ന ഉപദേശങ്ങളല്ല. മഅനൽ ഹദീസ് ഇമാദുദ്ദീൻ വഖിവാമുഹു അൻ-നസീഹ എന്ന് പറയും. ദീനിന്റെ നടുന്തൂൺ, അതിന്റെ നിലനിൽപ്പ് നസീഹത്താണെന്ന് പറഞ്ഞാൽ അത് മാത്രമൊന്നും അർത്ഥമൊന്നുമില്ല, മുഖ്യമായ ഘടകം എന്നേ അർത്ഥമുള്ളൂ. അൽ ഹജ്ജു അറഫ പോലെ ഐ ഇമാദുഹു വ മുഅ്ളമുഹു അറഫ എന്നതാണ്. എന്താ അമ്മൻ നസീഹത്തു ലില്ലാഹി തആല, എങ്ങനെയാണ് അല്ലാഹുവിനെ നസീഹത്ത് ചെയ്യുന്നത്? ഫമഅനാ മുൻസരിഫുൻ ഇലൽ ഈമാനി ബിഹി വനഫി അശ്ശരീകി അൻഹു. അള്ളാഹുവിനെ കൊണ്ട് ഈമാൻ കൊള്ളുക, അള്ളാഹുവിന് പങ്കുകാരില്ലെന്ന് പറയുക, അള്ളാഹുവിന് അവന്റെ വിശേഷണങ്ങളിൽ എന്ത് ചെയ്യുക? തർക്കിക്കാതിരിക്കുക, എല്ലാം അവനെ വിശേഷിപ്പിക്കുക. ബിസിഫാത്തിൽ കമാലി വൽ ജലാലി കുല്ലിഹാ. അതാണ് അള്ളാഹുവിനോടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ.
الإيمان به ونفي الشريك عنه وترك الإلحاد معنى تركه في صفته ووصفه بصفات الكمال والجلال كلها وتنزيهه سبحانه من جميع النقائص والقيام بطاعته واجتناب معصيته والقيام بطاعته واجتناب معصيته والحب فيه والبغض فيه وموالاة من أطاعه അള്ളാഹുവിനെ ആരെങ്കിലും വഴിപ്പെട്ടാൽ അവരെ സ്നേഹിക്കുക വമുആദാതു മൻ നസാഹു അള്ളാഹുവിനോട് ഇസ്യാൻ ചെയ്യുന്നവരോട് എന്ത് ചെയ്യുക ശത്രുത പുലർത്തുക വജിഹാദു മൻ കഫറ ബിഹി അപ്പം അള്ളാഹുവിനുള്ള നസീഹത്ത് എങ്ങനെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക അവന് ശരീക്കനെ ഇല്ലെന്ന് പറയുക അവന്റെ വിശേഷണങ്ങളിൽ തർക്കിക്കാതിരിക്കുക കമാല് ജമാല് കൊണ്ട് അവനെ വിശേഷിപ്പിക്കുക എല്ലാവിധമായ നഖായിസുകളെ തൊട്ടും അവനെ പരിശുദ്ധനാക്കുക അവന് വഴിപ്പെടൽ കൊണ്ടും അവന്റെ ഇസ്യാൻ ചെയ്യൽ കൊണ്ടും നിലകൃതിയാവുക ഇസ്യാൻ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുക വൽ ഹുബ്ബു ഫീഹി അവനിൽ സ്നേഹിക്കുക വൽ ബുഗ്ദു ഫീഹി അവനിന് വേണ്ടിയിട്ട് അതിനർത്ഥം അവനിന് വേണ്ടി കോപിക്കുക മുവാലാത്തു മൻ അത്വഅഹു അല്ലാഹുവിന് വഴിപ്പെട്ടവരെ സ്നേഹിക്കുക വആദാത്തു മൻ അസാഹു അള്ളാഹുവിനെ ഇസ്യാൻ ചെയ്യുന്നവരോട് എതിർപ്പ് പ്രകടിപ്പിക്കുക വജിഹാദു മൻ കഫറ ബിഹി അള്ളാഹു തആലാനെ കൊണ്ട് അവിശ്വസിക്കുന്നവരോട് എന്ത് ചെയ്യാ യുദ്ധം ചെയ്യുക വൽഇഅ്തിറാഫ് ബിനിഅമതിഹി അവന്റെ നിഅമത്തുകൾ കൊണ്ട് സമ്മതിച്ചു പറയുക വശുക്റുഹു അലൈഹി ലൈഹാ തന്ന നിഅമത്തുകളുടെ മേൽ ഒരുപാട് നന്ദി പ്രകടനം നടത്തുക വൽഇഖ്ലാസു ഫീ ജമീഇൽ ഉമൂർ സർവകാര്യങ്ങളിലും നിഷ്കളങ്കത ചെയ്യുക വദ്ദുആഉ ഇലാ ജമീഇൽ ഔസാഫിൽ മൻകൂറ വിശേഷിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളിലേക്കും ക്ഷണിക്കുക പ്രബോധനവും അതാണ് നസീഹത്തുലില്ലാഹി വദ്ദുആ വൽ ഹസ്സു അലൈഹാ വത്തലത്തുഫ് ഫീ ജമീഇൻ നാസ് സർവജനങ്ങളിലും മയം ചെയ്യുക ഔ മന്നംകലമെന്നും അലൈഹാ قال الخطابي رحمه الله وحقيقة هذه الإضافة راجعة إلى العبد في نصحه نفسه فالله تعالى غني أن نصح الناصح إلا على نفسنا نعم أما النصيحة لكتابه سبحانه ينظر لذيذان فالإيمان بأنه كلام الله يعني وتنزيله ونركيذان لا يشبهه شيء من كلام الخلق സൃഷ്ടികളുടെ സംസാരത്തിൽ നിന്നും ഒരു സംസാരത്തിനോടും അത് കൂറാകുന്നതും അല്ല സാദൃശ്യമാകുന്നതും അല്ല പിന്നെ വലാ യസ്ബഹു വലാ യഖ്ദിറു അലാ മിസ്ലിഹി അഹദും മിനൽ ഖൽഖി അതുപോലത്തതിനെ കൊണ്ടുവരാൻ ഒരു സൃഷ്ടിക്കും കഴിവാവുകയില്ല തുമ്മ തഅലീമുഹു പിന്നീട് ആ ഖുർആനെ ആദരിക്കലാണ് വതിലാവത്തുഹു ഹഖ്ഖ തിലാവതിഹി അതിന്റെ ഏതാവണ്ണം ഓതലാണ് വതഹ്സീനുഹു അതിനെ മെച്ചമാക്കലാണ് ഓത്തിനെ വൽ ഖുശൂഉ ഇൻദഹാ ഓതുന്ന സന്ദർഭത്തിൽ ഖുശൂ ഭയഭക്തി ഉണ്ടാകലാണ് വഇഖാമത്തു ഹുറൂഫിഹി ഫിത്തിലാവ ഓതുന്ന സന്ദർഭത്തിൽ അതിന്റെ അക്ഷരങ്ങളെ എല്ലാം അതിന്റെ മഖ്റജിൽ നിന്നും പുറപ്പെടുവിക്കലാണ് അത് കിതാബിനോടുള്ള നസീഹത്താണ് എന്താ അതേ പ്രകാരം തന്നെ പിന്നെന്താണ് വദ്ദബ്ബു അൻഹു ലിതഅവീലിൽ മുഹദ്ദിഫീന വതഅറുദി ത്വാഇനീന
ആരെങ്കിലും ആയത്തിനെ ദുർവ്യാഖ്യാനം നടത്തുന്നവരെ എതിർക്കുകയാണ്. വത്തസ്ദീഖു ബിമാ ഫീഹി, അതിലുള്ള ഒന്നെല്ലാം കൊണ്ട് വിശ്വസിക്കലാണ്. വൽവുഖൂഫു മഅ അഹ്കാമിഹി, ഖുർആൻ ശരീഫിൽ പറഞ്ഞ ഹുക്മുകൾ കൊണ്ട് നിലകൃതിയാകലാണ്. വത്തഫഖുമു ഉലൂമിഹി വഅംസാലിഹി, അതിന്റെ ഇൽമുകളും അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പാടുപെട്ട് മനസ്സിലാക്കലാണ്. ആ തഫഖുമു അല്ല വൽഇഅ്തിബാറു ബിമവാഇദിഹി, ഖുർആന്റെ ഉപദേശങ്ങൾ കൊണ്ട് പാഠം സിദ്ധിക്കലാണ്. വത്തഫക്കറു ഫീ അജായിബിഹി, ഖുർആന്റെ പുതുമയായ കാര്യങ്ങൾ ചിന്തിക്കലാണ്. വൽഅമലു ബിമുഹ്കമിഹി, അതിൽ ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞ ഇഹ്കാം ചെയ്യപ്പെട്ട ഉറപ്പിക്കപ്പെട്ട സംഗതികളുണ്ട്, അതുകൊണ്ട് അമൽ ചെയ്യലാണ്. വത്തസ്ലീമു ലിമുശാബഹിഹി, ഇല്ല മുശാബഹത്തായ ആയത്തുകൾ കൊണ്ട് അംഗീകരിക്കലാണ്. തിരിഞ്ഞില്ലേ? അല്ലാഹു കൈകൊണ്ട് യദുല്ലാഹി ഫൗഖ അയ്ദിഹിം എന്നൊക്കെ പറഞ്ഞല്ലേ. വൽബഹ്തു അൻ ഉമൂമിഹി വഖുസൂസിഹി വനാസിഖിഹി വമൻസൂഖിഹി, ഇതാണ് അദ്ദീൻ വന്നസിഹ. അതുകൊണ്ടാണ് വലിയ വലിയ ആലിമീങ്ങള് കിതാബുകൾ ഉണ്ടാക്കിയത് വെറുതെ അല്ല. അതിന്റെ നാസിഖിൻ്റെതാണ്, അതിന്റെ മൻസൂഖിൻ്റെതാണ്, അതിന് ഇത് അവിടെ മുത്തലഖാണ്, മറ്റത് മുഖയ്യദാണ്. മുത്തലഖ് വരുമ്പോൾ മുഖയ്യദിന് മുത്തലഖിന്റെ മേൽ അമല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, മുത്തലഖിന് മുഖയ്യദിന് അമല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കിതാബിനോടുള്ള നസീഹത്താണ്. വനശ്റു ഉലൂമിഹി, ആ കിതാബിന്റെ ഇൽമുകളെ നശ്റ് ചെയ്യലും, വദ്ദുആഇ ഇലൈഹി, ആ ഇൽമിലേക്ക് ആൾക്കാരെ ക്ഷണിക്കലും, വൈലാമാ ദക്കർനാ, നമ്മൾ പറഞ്ഞ ഒന്നിലേക്കെല്ലാം ക്ഷണിക്കലും, മിൻ നസീഹത്തിഹി, കിതാബിന്റെ നസീഹത്താണ്. ആരാ പറയുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത്. ഇനി എങ്ങനെയാണ് വഅമ്മൻ നസീഹത്തു ലിറസൂലില്ലാഹ്, അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് എങ്ങനെ നസീഹത്ത്? ഫതസ്ദീഖുഹു വൽഇത്തിസാല, അവിടുത്തെ റിസാലത്തിനെ അംഗീകരിച്ചു കൊടുക്കണം. വൽഈമാനു ബിജമീഇ മാ ജാഅ ബിഹി, അവിടുന്ന് കൊണ്ടുവന്ന ഏതെല്ലാമുണ്ടോ ബിഹദാഫീരിഹി ബിജമീഇഹി, വിശ്വസിക്കലാണ്. യുമിനൂന ബിബഅദ് യക്ഫുറൂന ബിബഅദ്, അത് പോരാ. എന്നാൽ റസൂലുള്ളാഹിയുടെ നസീഹത്തില്ല. വത്വാഅതിഹി ഫീ അംരിഹി വനഹിഹി, റസൂലുള്ളാഹിന്റെ കൽപ്പനയിലും നിരോധാജ്ഞയിലും അവന് വഴിപ്പെടലാണ്. വതൗഖീറുഹു, റസൂലുള്ളാഹിനെ വനഹിഹി വനുസ്റത്തുഹു ഹയ്യൻ വമയ്യിത്താ, റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണ്, സഹായിക്കലാണ്. റസൂലുള്ള ഇവിടുന്ന് വഫാത്തായാലും മയ്യിത്തായാലും, ഇവിടുന്ന് വേറെ വഴിയിൽ വേറെ നാട്ടിൽ പോയിക്കുകയല്ലേ. മുആദാതു മൻ ആദാഹു, റസൂലുള്ളയോട് ശത്രുത വെക്കുന്നവരോട് ശത്രുത വെക്കലാണ്. മുവാലാതു മൻ വാലാഹു, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കലാണ്. വഇഅ്ളാമു ഹഖ്ഖിഹി വതൗഖീറുഹു, അവിടുത്തെ ഹക്കിനെ ആദരിക്കലാണ്, ബഹുമാനിക്കലാണ്, അവിടുത്തോട് ബഹുമാനം കാണിക്കലാണ്. വഇഹ്യാഉ തരീഖത്തിഹി വസുന്നത്തിഹി, അവിടുത്തെ സുന്നത്തുകളും അവരുടെ മതനിയമങ്ങളും തരീഖത്തുകളും ജീവിപ്പിക്കലാണ്. വബത്തു ദഅവത്തിഹി, അവിടുത്തെ ദഅവത്തിനെ പരത്തലാണ്. വനശ്റു ശരീഅത്തിഹി, അവിടുത്തെ മതനിയമങ്ങളെ വ്യാപകമാക്കി കൊടുക്കലാണ്. വനഫിയു തുഹ്മത്തി അൻഹാ, ശരീഅത്തിനെ തൊട്ട് വല്ല തെറ്റിദ്ധാരണകളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കി കളയലാണ്. അടാ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ലോണം പഠിക്കണം. റസൂലുള്ളാഹിയുടെ നസീഹത്തോടെ ഇതൊക്കെ വേണം. നല്ലോണം കിട്ടാൻ മതി, പഠിക്കാൻ പറ്റില്ല. അദ്ദീനു വന്നസീഹ വസ്തിസാറുഹു ഉലൂമിഹാ വസ്തിസാറത്തു ഉലൂമിഹാ, ശരീഅത്തിന്റെ ഇൽമുകളെ എന്ത് ചെയ്യുക? അതിനെ പരത്തലും. വത്തഫഖ്ഹു ഫീ മആനിഹാ, അതിന്റെ മഅനകളിൽ ചിന്തിക്കലും. വദ്ദുആഉ ഇലൈഹാ, അതിലേക്ക് ക്ഷണിക്കലും. വത്തലത്തുഫു ഫീ തഅല്ലുമിഹാ വതഅലീമിഹാ, അതിനെ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും മയമായ രീതിയിൽ പെരുമാറുക. വഇളാമുഹാ, മതനിയമങ്ങളെല്ലാം അളമത്ത് ചെയ്യുക.
വൈജലാലുഹ ബഹുമാനിക്കുക, വത്തഅദ്ദുബു ഇൻദ ഖിറാഅത്തിഹാ മതനിയമങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ അദബ് കാണിക്കണം. നമുക്കില്ലാത്ത ഒന്നാണ്. വല്ലിംസാഖു അനിൽ കലാമി ഫീഹാ ബിഗൈരി ഇൽമിൻ, മതനിയമം മതമറിയാതെ പറയാതിരിക്കുക, അതും റസൂലുള്ളാഹിയോടുള്ള നസീഹത്താണ്. അല്ല, വല്ലിംസാഖു അനിൽ കലാമി ഫീഹാ ബിഗൈരി ഇൽമിൻ വഇജ്ലാലു അഹ്ലിഹാ, മതനിയമത്തിന്റെ ആൾക്കാരെ ബഹുമാനിക്കലാണ്. കാരണം ലിന്തിസാബിഹിം ഇലൈഹാ, മതനിയമത്തിലല്ലേ അവരെ ചേർക്കുന്നത്. വത്തഖല്ലുഖു ബി അഖ്ലാഖിഹി, പുന്നാര നബിയുടെ സ്വഭാവങ്ങൾ കൊണ്ട് സ്വഭാവം സിദ്ധിക്കലാണ്. വത്തഅദ്ദുബു ബി ആദാബിഹി, അവിടുത്തെ ആദാബുകൾ കൊണ്ട് അദബുള്ളവനായി തീരലാണ്. വമഹബ്ബത്തു അഹ്ലി ബൈത്തിഹി വഅസ്ഹാബിഹി, അവിടുത്തെ അസ്ഹാബിനെ സ്നേഹിക്കലാണ്, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കലാണ്. വമുജാനബത്തു മൻ ഇബ്തദഅ ഫീ സുന്നത്തിഹി, പുന്നാര നബിയുടെ സുന്നത്തിൽ ഇബ്തിദാഅ് ചെയ്തവനെ ഒഴിവാക്കലാണ്. അല്ലെങ്കിൽ ഔ തഅറദ ലി അഹദിൻ മിൻ അസ്ഹാബിഹി, അവിടുത്തെ അനുചരന്മാരിൽ നിന്നും ആരെയെങ്കിലും പള്ളു പറയുന്നവനെയും ഒഴിവാക്കലാണ്. ഇതാണ് നസീഹത്തുൽ റസൂൽ, നസീഹത്തുലില്ലാഹ്.